പ്ലസ് ടു കഴിഞ്ഞ് കൺഫ്യൂഷനിൽ നിൽക്കാണോ? പരസ്യം പറയുന്നതൊന്നും കേൾക്കണ്ട, പഠിച്ചവര് പറയുന്നതൊന്നും കേട്ടാലോ? SLMT അല്ലെങ്കിൽ റിലയൻറ്റ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും. കാരണം അത് ഞാൻ അനുഭവിച്ചതാണ്. അത് കാരണം നിങ്ങളുടെ ഫ്യൂച്ചറെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. എന്താണ് ലോജിസ്റ്റിക്സ് കറക്റ്റുമായിട്ട് അറിയാതെ വന്ന ഒരാളാണ് ഞാൻ. SLMT വന്നിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പഠിച്ചതും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതൊന്നും നമുക്ക് വേറെ എവിടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സപ്പോർട്ടോ എക്സ്പോഷറോ നമുക്ക് കിട്ടത്തില്ല. ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആവുന്നു. ഒരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയുടെ ഫ്രൈറ്റ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. എന്തുണ്ടെങ്കിലും ഫ്രം ദ വെരി ബിഗിനിങ് എന്തുണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക, സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്യുക. അതിന് പറ്റിയ സ്ഥലമാണ് SLMT അല്ലെങ്കിൽ റിലയൻറ്റ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഒരു മെയിൽ ഓറിയന്റഡ് ഒരു ജോബ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആയിരുന്നു. സോ പിന്നെയാണ് അതൊരു ഫീമെയിൽ ഓറിയന്റഡ് ഫീൽഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു. സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. സോ മാക്സിമം സ്കില്ല് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രൂം ചെയ്ത് നടക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി. ഇപ്പൊ നമ്മൾ സെയിൽസിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിലും കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിച്ച് കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. സോ എന്റെ സ്കിൽസ് എല്ലാം ഞാൻ ഡെവലപ്പ് ചെയ്ത് SLMT വെച്ചിട്ടാണ്. അതിന് പറ്റിയ ആൾക്കാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്യുക. അതിന് പറ്റിയ സ്ഥലമാണ് SLMT അല്ലെങ്കിൽ റിലയൻറ്റ് എന്ന് പറയുന്നത്.